ഇന്നയോളം എന്നെ പുലർത്തി എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് മൂന്നാം ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. പരിശുദ്ധ നോമ്പ് ഒരു തീർത്ഥാടന കാലമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഊടും പാവും ഏകുവാൻ തക്കവണ്ണം കുറച്ചുകൂടെ തീഷ്ണതയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ഈ നോമ്പ് നമ്മെ സഹായിക്കുന്നു. ജീവിതത്തിൻ്റെ പല യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ആ യാഥാർത്ഥ്യങ്ങളിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും മാനസികമായും ശാരീരികമായും ഉണ്ടാകുന്ന ക്ലേശങ്ങളും ഒക്കെ നമ്മെ തളർത്തിക്കളയുമ്പോൾ ദൈവത്തിൻ്റെ വചനം അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുവാനുള്ള ഒരു വിൽ പവർ നമുക്ക് ലഭിക്കുകയാണ്. പരിശുദ്ധ നോമ്പിൽ ക്രമമായി യാമപ്രാർത്ഥനകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആ യാമപ്രാർത്ഥനകളൊക്കെ നമ്മൾ 3 നേരമായി നാം ചൊല്ലുമ്പോൾ തീർച്ചയായും മറ്റുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് അകന്നു പോകാതെ, മറ്റുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകാതെ ദൈവ സംസർഗത്തിൽ ഉറ്റിരിപ്പാൻ നമുക്ക് പ്രചോദനം നൽകുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ നോമ്പിൻ്റെ കാലയളവ് ഓരോ ദൈവ പൈതലിനും ഏറ്റവും ശ്രേഷ്ഠമായ കാലയളവാണ്. ആ 50 ദിവസം ദൈവവുമായുള്ള പൂർണ്ണമായ ബന്ധത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഇടയായി വരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ നോമ്പിലെ ചിന്തകൾ, ദൈവിക ചിന്തകൾ, ദൈവിക ധ്യാനം വായിക്കുവാനായി ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ആത്മബലം നൽകുന്ന ദൈവവചനങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള 2 വേദഭാഗങ്ങൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ഒരു ഭാഗവും, വിശുദ്ധ ലൂക്കോസ് ഏവങ്കേലിയോസ്തൻ തൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള ഭാഗങ്ങൾ ഒരേ സംഭവം വിവരിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പരന്നു. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം അനേകർ വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസംഗിച്ചു. അപ്പോൾ 4 പേർ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവനെ സമീപിക്കുവാൻ കഴിയാത്തതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ ഇപ്രകാരം ഹൃദയത്തിൽ ചിന്തിച്ചു, ഇവനിങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങൾ ക്ഷമിക്കുവാൻ കഴിയുന്നവൻ ആര്? ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ ആത്മാവിൽ ഗ്രഹിച്ച് അവരോട് ചോദിച്ചത്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്?
പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണെ പുറപ്പെട്ടു. എല്ലാവരും വിസ്മയിച്ച് ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നാൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ബെത്സയിദ കുളക്കരയിൽ കിടക്കുന്ന 18 വർഷമായി തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യയെയും സൂചിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ, കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ ആധിക്യത്തെക്കുറിച്ച് മാത്രമാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളാണ്. കർത്താവ് തമ്പുരാൻ ഒരു ഭവനത്തിൽ കൂടിയിരിക്കുമ്പോൾ അനേകം ആളുകൾ ദൈവവചനം കേൾക്കുവാനായിട്ട്, അവനെ കാണുവാനായിട്ട് തിക്കി തിരക്കി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ 4 പേര് ചേർന്ന് ഒരു തളർവാദ രോഗിയെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവർ പരിശ്രമിക്കുകയാണ്. ഈ ഒരു സംഭവമാണ്. അപ്പം അവരുടെ ആ വലിയ ഉദ്യമം എത്രമാത്രം വിജയിക്കുന്നു എന്ന് നമുക്കൊക്കെ ഒരു പാഠമായി തീരേണ്ട അനുഭവമാണ്. അതിൻ്റെ ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ഈ സമയം ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ നോമ്പിലെ 3ഉം 4ഉം ഞായറാഴ്ചകളിൽ ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യം എടുത്തു കാട്ടുന്നതാണ്. ഇന്നത്തെ വേദവായനയിൽ തളർവാദ രോഗിക്ക് വേണ്ടി ആ 4 പേര് എത്ര ശ്രേഷ്ഠതയോടെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ നാം തനിച്ചല്ല എന്നുള്ള ബോധ്യം നമുക്ക് ആവശ്യമാണ്. നമ്മെ അനേകം ആളുകളുടെ സഹായം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. നമ്മെ അറിയാത്തവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ആ ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഈ ലോകത്തിൽ ആയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഈ ലോകത്ത് ജീവിപ്പാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകേണ്ടതായിട്ട് ഉണ്ട്. സാത്താനോട് യുദ്ധം ചെയ്യുവാനുള്ള ആയുധമായ നോമ്പിൻ്റെ 3-ാം ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മനുഷ്യൻ്റെ പാപം മൂലം ലോകത്തിൻ്റെ ക്രമം നഷ്ടമായി. ഭൂമിയുടെയും മനുഷ്യൻ്റെയും അവസ്ഥ ക്രമമല്ലാതായി തീർന്നു. ക്രമരാഹിത്യത്തിൻ്റെ ഭാഗമായി പാപവും രോഗവും മനുഷ്യൻ്റെ വീഴ്ചയുടെ ഫലമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അതിൻ്റെ പരിഹാരകൻ യേശു മാത്രമാണെന്ന് വിശ്വസിപ്പാൻ നമുക്ക് ഇടയാവണം.
അങ്ങനെ ക്രമം തെറ്റിയ അവസ്ഥയിൽ നിന്ന്, ക്രമരഹിതമായ അവസ്ഥയിൽ നിന്ന് ക്രമീകരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നാം മാറുവാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം. ഈ നോമ്പിൽ ക്രമീകരിക്കപ്പെട്ട അനുഭവത്തിലേക്ക്, ഓർഡർ അനുസരിച്ച് ജീവിതത്തെ ഒന്ന് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ യെശയ്യാവിൻ്റെ പുസ്തകം 38-ാം അധ്യായം വായിക്കുമ്പോൾ യെശയ്യാവ് എന്ന് ഹിസ്കിയാവിനോട് പറയുന്നില്ലേ, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, അല്ലെങ്കിൽ നീ മരിച്ചു പോകും. എവിടെയാ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ A to Z ഭാഗങ്ങളിൽ ജീവിതക്രമത്തിൽ ക്രമം തെറ്റിയ അനുഭവമുള്ളത്? അതിനെ ഒന്ന് നേരെയാക്കി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഈ നോമ്പ് നമുക്ക് ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ആഴ്ചയിലെ വേദവായന ഭാഗം ഞാൻ സൂചിപ്പിച്ചുവല്ലോ. 4 പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. തളർവാദ രോഗി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വളരെ സുപരിചിതമായ കാര്യമാണ്. കയ്യോ കാലോ തളർന്നുപോയി, ശരീരമാസകലം തളർന്ന് നടക്കുവാൻ സാധിക്കാതെ കിടന്ന കിടപ്പിൽ തന്നെ മേലോട്ട് നോക്കി കിടക്കുന്ന ഒരു അനുഭവത്തിൽ തീർച്ചയായും പരസഹായം കൂടാതെ എഴുന്നേൽക്കുവാനോ നടക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ തൻ്റെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കുവാനോ കഴിവില്ലാതിരിക്കുന്ന ഒരു വ്യക്തി, അത്തരത്തിൽ ഒരു വ്യക്തിയെ ദൈവ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെയാണ് ഈ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഉള്ളത്. 4 വ്യക്തികളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചേ. എവിടെയെല്ലാം ആളുകൾ കൂടുന്നുണ്ട്, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുമ്പോൾ എത്രയോ ജനസമൂഹങ്ങൾ അവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട്. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ മനസ്സിലാക്കാതെ ഒരുമിച്ച് കൂടി നിന്ന് ബഹളം വയ്ക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. എന്നാൽ അപരൻ്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർ എത്ര പേരുണ്ട്? ഇവിടെ ആ 4 വ്യക്തികളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. ചിലപ്പോൾ നമ്മിൽ ആരെങ്കിലും ആയിരിക്കാം. ആ 4 പേര് തികഞ്ഞ വിശ്വാസത്തോടെ, തികഞ്ഞ മനസ്സോടെ, തികഞ്ഞ സംതൃപ്തിയോടെ ഒരുമിച്ച് അവർ ദൈവസന്നിധിയിലേക്ക് ഈ തളർവാദ രോഗിയെ കൊണ്ടുവരികയാണ്. അപ്പോൾ അവരുടെ ആ പ്രവൃത്തിയെ നമ്മൾ ശ്ലാഘിക്കണ്ടേ? അവർ ഒരുമനപ്പെട്ട മനസ്സോടെയാണ് ഈ വ്യക്തിയെ ചുമന്നു കൊണ്ടുവരുന്നത്. ഒരുപോലെയാണ് അവർ നടക്കുന്നത്. ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, തളർന്നു കിടക്കുന്നവനെ ദൈവസന്നിധിയിൽ എത്തിക്കുക. അതുകൊണ്ട് അവരുടെ വിശ്വാസം കർത്താവ് കാണുകയാണ്. അവരുടെ വിശ്വാസം കർത്താവ് കാണുകയാണ്. തളർന്നു കിടന്നവൻ്റെ അല്ല, ആ 4 പേരുടെ വിശ്വാസം കണ്ടിട്ട്. ഇത് സഭ പഠിപ്പിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയാണ്. മറ്റുള്ളവർ അനേകർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ പ്രാർത്ഥന കേട്ടിട്ട്, കണ്ടിട്ട്, പ്രവൃത്തി കണ്ടിട്ട് കർത്താവ് കരുണ ചൊരിയുകയാണ്. ആ തളർവാദ രോഗിക്ക് സൗഖ്യം കർത്താവ് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടവരെയും അനാഥമായി പോകുന്നവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ദൈവസന്നിധിയിലേക്ക് എത്തിക്കുവാൻ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടവരാണോ എന്ന്
സ്വയം ചിന്തിക്കണം. നമ്മുടെ ചുറ്റുപാടുകളിൽ ദൈവത്തെ അറിയാതെ, ദൈവത്തെ വിളിക്കുവാനുള്ള സാഹചര്യമില്ലാതെ കഴിയുന്ന അനേകം തളർവാദ രോഗികളുണ്ട്. അവരെ ദൈവസന്നിധിയിൽ എത്തിക്കുവാനുള്ള കടമയും കർത്തവ്യവും നമുക്കുണ്ട്. ആയതിനാൽ യേശുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ നാം സംഘം ചേരണം, പ്രവർത്തന പദ്ധതി തയ്യാറാക്കണം. ബലഹീനരെ ചുമലിലേറ്റി ഒന്നിച്ച് നടക്കുവാനായിട്ട് കഴിയണം. ഈ 4 പേരിൽ നമ്മൾ കാണുന്നതാണ്. അവരൊരു പദ്ധതി തയ്യാറാക്കി, അവർ സംഘം ചേർന്നു, അവർ ഏകമനസ്സോടെ ആ തളർവാദ രോഗിയെ ദൈവസന്നിധിയിലെത്തിച്ചു. അങ്ങനെ സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളെ അറിഞ്ഞ്, സമൂഹത്തിൻ്റെ ആവശ്യകതയെ അറിഞ്ഞ്, വ്യക്തികളെ മനസ്സിലാക്കി അവൻ എന്താണോ ആവശ്യം അത് നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്നുള്ള ബോധ്യത്തോടെ ഈ ലോകത്ത് ജീവിപ്പാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്, ഇങ്ങനെ സംഘം ചേർന്ന് ഏകമനസ്സോടെ വരുമ്പോൾ വളരെ നിഷ്പ്രയാസം ഇത് സാധിക്കുമെന്നൊന്നും ചിന്തിക്കരുത്. തടസ്സങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ആ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്യുവാൻ നമുക്ക് കഴിയണം. ഇവിടെ എന്താണ് ഈ 4 പേരുടെ മുമ്പിൽ വന്ന പ്രതിസന്ധി? എന്താണ്? ആ തളർവാദ രോഗിയെ എടുത്ത് കട്ടിൽ കിടത്തുക എന്നുള്ളതല്ലായിരുന്നു, കട്ടിൽ ചുമക്കുക എന്നുള്ളതല്ലായിരുന്നു. പിന്നെയോ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പുരുഷാരം, അതൊരു വലിയ തടസ്സമാണ്. കർത്താവിൻ്റെ അടുക്കലേക്ക് തളർവാദ രോഗിയെ ഒന്ന് എത്തിക്കുവാൻ ഈ പുരുഷാരം തടസ്സമായിട്ട് നിന്നു എന്നുള്ളത് കാണണം. അതുമാത്രമാണോ? വാതിക്കൽ പോലും അകത്തോട്ടൊന്ന് കയറുവാൻ പറ്റാത്ത രീതിയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനസമൂഹമാണ്. അപ്പോൾ അവര് ചിന്തിച്ചു. പാലസ്തീനിലെ വീടുകളിൽ ഒരു പ്രത്യേകതയാണ്, അതിൻ്റെ മേൽക്കൂര അവർ ഇളക്കി മാറ്റി അതിലൂടെ കട്ടിലോടെ കർത്താവിൻ്റെ മുന്നിലേക്ക് ഈ തളർവാദ രോഗിയെ ഇറക്കി വയ്ക്കുകയാണ്. നമ്മൾക്ക് ചിന്തിക്കുവാൻ പറ്റുന്നതിലും അപ്പുറമായ കാര്യങ്ങളാണ് ഈ 4 പേര് ചെയ്തത്. ഓർത്ത് നോക്കിക്കേ, നമ്മളാണെ സമ്മതിക്കുമോ നമ്മുടെ വീടിൻ്റെ മേൽക്കൂര ഇളക്കാൻ? പക്ഷേ ആ ഭവനക്കാരനെ കുറിച്ചൊന്ന് ചിന്തിച്ച്, കർത്താവിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും ഭാഗവാക്കാകുവാൻ സാധിക്കുന്നു എന്ന ബോധ്യം ആ വീട്ടുടമസ്ഥനുണ്ടായില്ലേ? ആ 4 പേരോടുകൂടെ അദ്ദേഹവും ചേർന്നില്ലേ? ഒരു പിറുവിറുപ്പും കൂടാതെ. അവിടെയാണ് ദൈവസ്നേഹം തിരിച്ചറിയേണ്ടത്. അവിടെയാണ് ദൈവമാഹാത്മ്യം തിരിച്ചറിയേണ്ടത്. അത്തരത്തിൽ 4 പേരോട് ചേർന്ന് നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഒരു യോഗ്യത ഉണ്ടോ, ലഭിക്കുമോ എന്ന് സ്വയം നാമും ചിന്തിക്കണം. കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനായിട്ട് ഇടയാവണം. തടസ്സങ്ങളെ യാഥാർത്ഥ ബോധ്യത്തോടെ തരണം ചെയ്യുവാനായിട്ട് കഴിയണം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. മറ്റുള്ളവരുടെ മുമ്പിൽ വെറുമയാക്കപ്പെടുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. തീർച്ചയായും ആ 4 പേരും ആ വീട്ടുടമസ്ഥനും ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ചു എന്ന് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായി ആ ഭാഗം നാം ചിന്തിക്കുമ്പോൾ കർത്താവ് തമ്പുരാൻ അവനോട് പറയുക, അവരുടെ വിശ്വാസം കണ്ടിട്ട് അവനോട് പറയുന്നൊരു വാക്യമുണ്ട്. നിന്റെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പരീശന്മാർക്കൊക്കെ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്നാണ് പറയുന്നത്. ദൈവദൂഷണം പറയുന്നു എന്ന്. അപ്പം അവരുടെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞിട്ട് കർത്താവ് അവരോട് ചോദിക്കുന്നൊരു, പാവങ്ങളെ മോചിക്കുന്നതാണോ എന്ന് പറയുന്നതാണോ,
കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുന്നതാണോ, ഏതാണ് എളുപ്പമെന്ന് കർത്താവ് അവരോട് ചോദിക്കുക. അത് കിടക്കയെടുത്ത് അവരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടി, അവരുടെ അവിശ്വാസത്തിന് മറുപടി നൽകുവാൻ വേണ്ടി കിടക്കയെടുത്ത് നീ വീട്ടിലേക്ക് പോവുക എന്ന് കർത്താവ് കൽപ്പിക്കുക. അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ കിടക്കയെടുത്ത് ജനങ്ങൾ കാണെ പുറപ്പെട്ടു പോയി. ഒന്ന് ഓർത്തു നോക്കിക്കേ, എത്ര ശ്രേഷ്ഠതയാ ദൈവവചനം. അവനെ ചുമന്ന് ആ കിടക്ക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ബെത്സയിദ കുളക്കരയിൽ കിടന്ന് 18 വർഷമായിട്ട് കിടന്ന കിടക്കയാണ് അവൻ എടുത്തു കൊണ്ടുപോകുന്നതെങ്കിൽ സൂചിപ്പിക്കുന്ന അങ്ങനെയാണ്. അവൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോയി, സന്തോഷിച്ചും കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇവിടെ ഈ 4 പേര് കൊണ്ടുവന്ന വ്യക്തി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കിടക്കയെടുത്തുകൊണ്ട് വീടിന് പുറത്തേക്ക് വന്ന് ജനങ്ങൾ കാണുക അവൻ പോകുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജനതയെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിന്നെ ചുമന്ന കിടക്കയാണ്, ഈ കാലം അത്രയും നിന്നെ ചുമന്ന കട്ടില, ആ കിടക്ക എടുത്തുകൊണ്ട് പോകാൻ കർത്താവ് പറയുക. നിന്നെ 10 മാസം ചുമന്ന നിന്റെ അമ്മയെ നീ ഉപേക്ഷിച്ചു കളഞ്ഞു. ഇന്ന് വൃദ്ധസദനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ. അമ്മയപ്പന്മാരെ വൃദ്ധസദനങ്ങളിലാക്കിയിട്ട് മക്കൾ പല കാര്യങ്ങൾ വ്യാപരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഓർത്തേ, നിന്നെ ചുമന്നവരെ ചുമക്കാൻ നിനക്ക് ബാധ്യസ്ഥതയില്ലേ? നിന്റെ അമ്മയെ, നിന്റെ അപ്പനെ, നിന്റെ സഹോദരങ്ങളെ നീ ചുമന്ന് നടക്കാൻ നിനക്ക് ബാധ്യതയുണ്ട്. നീ അത് മറന്നു കളയരുത്. നിന്നെ കൈക്ക് പിടിച്ച് വഴി നടത്തിയവരെ നീ ഓർക്കണം. നിന്നെ സ്നേഹിച്ചവരെ നീ ഓർക്കണം. നിനക്ക് ഒരു നേരത്തെ ആഹാരം വരുത്തുന്നവരെ നീ ഓർക്കണം. അപ്പോൾ തീർച്ചയായും ദൈവസന്നിധിയിൽ നിനക്ക് പ്രതിഫലം ലഭിക്കുകയാണ്. അതുകൊണ്ട് ഈ നമ്മെ ചുമന്നവരെ ചുമക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന് നാം സ്വയം തിരിച്ചറിയണം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. എന്താണ് നാം ചിന്തിച്ചത്? ഈ തളർവാദ രോഗിയെ സൗഖ്യമാക്കിയ കർത്താവിൻ്റെ വചനം, അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അപ്രത്യക്ഷ കൃപാവരങ്ങളെ 2 കൈയും നീട്ടി ശിരസ് നമിച്ച് സ്വീകരിക്കുവാനുള്ളൊരു ബാധ്യതയും നമുക്ക് ഇല്ലേ പ്രിയമുള്ളവരെ? അതിന് നമ്മെ തന്നെ ഒരുക്കണ്ടേ? ഞാൻ 3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. ഒന്നാമതായിട്ട് 4 വ്യക്തികളുടെ വിശ്വാസമാണ്, അവരുടെ ഒത്തൊരുമയാണ്, അവരുടെ പ്രയത്നമാണ്, അവരുടെ പ്രവർത്തനമാണ്, അവരുടെ പ്രാർത്ഥനയാണ്, മധ്യസ്ഥതയാണ്. രണ്ടാമതായിട്ട് ചിന്തിച്ചത് തടസ്സങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ തരണം ചെയ്യുവാനുള്ള ഉൾക്കരുത്ത് ദൈവത്തിൽ നിന്ന് ആർജിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മെ ചുമക്കുന്നവരെ നാം ചുമക്കണം എന്നുള്ളതാണ്. ഈ നോമ്പിൽ ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ തടസ്സങ്ങളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുവാൻ, പ്രലോഭനങ്ങളെ അഭിമുഖീകരിച്ച് നോമ്പിൻ്റെ പൂർണ്ണതയിലെത്തുവാൻ, സമൂഹത്തിൻ്റെ നല്ല കാഴ്ചക്കാരനായി, നല്ല വ്യക്തിത്വ വികാസമുള്ളവനായി, സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ സമൂഹത്തിൽ ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തുവാൻ, ചുമക്കേണ്ടവരെ ചുമക്കുവാൻ എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട്. അതിന് പരിശുദ്ധ റൂഹ എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.